അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അപ്പോൾ നമ്മൾ ഇന്ന് എന്താ നോക്കാൻ പോകുന്നത് വെച്ചാൽ നമുക്ക് പള്ളിയിലോട്ട് വന്ന ഇൻകം കാര്യങ്ങളൊക്കെ എങ്ങനെ ആഡ് ചെയ്യാൻ നമുക്ക് നോക്കാം. അതിനായി നമ്മൾ ഫസ്റ്റ് മസ്ജിദ് മാനേജർ എടുക്കുക. ഇതിൽ ഇൻകം സെലക്ട് ചെയ്യുക. ഇതിൽ താഴോട്ട് പോയാൽ നിങ്ങൾക്ക് ആഡ് ഇൻകം എന്ന ഓപ്ഷൻസ് കാണും. അത് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് വിത്തൗട്ട് റെസിപ്റ്റ് നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ ക്യാഷ് റെസിപ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ മെമ്പർ എമൗണ്ട് തന്നാൽ അതും നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. മെമ്പർ നിങ്ങൾക്ക് എമൗണ്ട് തന്നാൽ, ഇപ്പോൾ വരസിങ് തന്നാൽ ഡയറക്റ്റ് മെമ്പർ ഡാഷ്ബോർഡ് പോയിട്ട് അവിടെ ആഡ് ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ഇപ്പോൾ ഇവിടെ എങ്ങനെ ആഡ് ചെയ്യാന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു മെമ്പർ വരസിങ് കൊണ്ട് തന്നാൽ മെമ്പർ സെലക്ട് ചെയ്യുക. അത് ഏത് മെമ്പറാണോ ആ മെമ്പർ ഇവിടെ സെർച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഇമെയിൽ ഐ ഡിയോ ഹോസ്റ്റ് നമ്പറോ കൊടുത്താൽ നിങ്ങൾക്ക് ആ മെമ്പറുടെ ഡീറ്റെയിൽസ് കാണാവുന്നതാണ്. പിന്നെ അവർ പേര് കൊടുത്തു, അവർ വന്നു. ഇവരാണിപ്പോൾ നമുക്ക് എമൗണ്ട് തന്നിട്ടുണ്ടെങ്കിൽ അവരുടെ അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക. അവർക്ക് എത്ര ബാക്കിയുണ്ട് നമുക്ക് നോക്കാൻ പറ്റും. അപ്പോൾ അവർ 1 month ആണ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ തന്നെ ഇവിടെ റെസിപ്റ്റ് കാര്യങ്ങളൊക്കെ പോകുന്നതാണ്. അവർക്കും റെസിപ്റ്റ് കാര്യങ്ങളൊക്കെ പോകുന്നതാണ് ഓട്ടോമാറ്റിക്കലി. പിന്നെ അവർ 2-3 മാസത്തെ പേയ്മെൻറ്റ് കാര്യങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ബൾക്ക് പേ ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ പോയി എത്ര മാസമാണോ തന്നിട്ടുള്ളത് അത്രമാത്രം സെലക്ട് ചെയ്ത് നമുക്ക് കൊടുക്കാവുന്നതാണ്. കണ്ടിന്യൂ കൊടുത്താൽ വിത്ത് റെസിപ്റ്റ് കൊടുത്താൽ റെസിപ്റ്റോട് കൂടി അവരെങ്ങനെയാണോ എമൗണ്ട് തന്നിട്ടുള്ളത്, ക്യാഷ് ആണോ ജി പേ ആണോ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ക്യാഷ് ആണോ കൊടുക്കുന്നുണ്ട്, കണ്ടിന്യൂ കൊടുക്കുന്നുണ്ട്. ഏത് ഡേറ്റ് ആണോ, ഇന്നാണ് കൊടുത്തെങ്കിൽ ഇന്നത്തെ ഡേറ്റ് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. സെക്രട്ടറി ഡേ ആണോ പ്രസിഡന്റ് സെക്കൻഡ് കൊടുക്കുക. നമുക്ക് റെസിപ്റ്റ് ആണെങ്കിൽ ഇവിടെ വ്യൂ ചെയ്യാൻ പറ്റുന്നതാണ്. ഇങ്ങനെയാണ് ഒരു മെമ്പർ മാസവരസംഖ്യ കൊണ്ട് തന്നാൽ ഇൻകം ആഡ് ചെയ്യേണ്ടത് നമുക്കിവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ബാക്കിയുള്ള മെയ്, ജൂൺ, ജൂലൈ മാസം ടിക്കായിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് മന്ത്ലി ഇൻകം നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത്. അതേപോലെ ക്യാഷ് റെസിപ്റ്റ് ഇതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പള്ളിയുടെ പുറത്തുനിന്ന് ആരെങ്കിലും എമൗണ്ട് തന്നാൽ, പള്ളിയുടെ മെമ്പറല്ല, പുറത്തുനിന്ന് ആരെങ്കിലും ഡൊണേഷൻ തന്നാൽ ഗസ്റ്റ് ഡോണർ കൊടുത്ത് അവരുടെ പേര് കാര്യങ്ങളൊക്കെ കൊടുത്ത് അവർ എത്ര എമൗണ്ട് ആണ് തന്നത്, അത് ഏത് കാറ്റഗറിയിലോട്ടാണ് പോകേണ്ടതെന്ന് കൊടുത്താൽ, എത്രയാണോ എമൗണ്ട് തന്നത് കൊടുത്താൽ 10,000 തന്നിട്ടുണ്ട്, ക്യാഷ് ആണ്. പിന്നെ ഇവിടെ പേര് കാര്യങ്ങളൊക്കെ കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി അവിടെ ഡേറ്റ് ആഡ് ആവും. ആരാണ് തന്നിട്ടുള്ളത്, പ്രസിഡന്റ് ആണ് കൊടുത്തത്, റെസിപ്റ്റ് നമുക്ക് കാണാൻ പറ്റും. ഇതേപോലെയാണ് പുറത്തുനിന്ന് ആരെങ്കിലും എമൗണ്ട് തന്നാൽ ചെയ്യേണ്ടത്. പിന്നെ അതേപോലെ തന്നെ രജിസ്റ്റേർഡ് മെമ്പറും, ഇത് മെമ്പറാണോ നമുക്ക് അഡീഷണൽ എന്തെങ്കിലും എക്സ്ട്രാ എമൗണ്ട് തന്നാൽ ഏത് മെമ്പറാണോ തന്നത് ആ മെമ്പറെ സെലക്ട് ചെയ്ത് നമുക്ക് ഏത് കാറ്റഗറിയിലിട്ടാണോ പോകേണ്ടത് ഇതൊക്കെ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇതിൽ ഇൻകം ആഡ് ആക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് ആഡ് ഇൻകം ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉള്ളത്. ഓക്കെ, അസ്സലാമു അലൈക്കും.